പണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വൈദേശികർ വിശേഷിപ്പിച്ച നമ്മുടെ കേരളത്തിൻ്റെ 10 അമേസിംഗ് ഫാക്ട്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാക്ട് നമ്പർ 1. ജനസംഖ്യ. സ്വീഡൻ, ഇസ്രായേൽ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് കേരളം എന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിലെ മാത്രം ജനസംഖ്യ. അത് ഏതാണ്ട് 34.6 ദശലക്ഷം അഥവാ 3.46 കോടിയാണ്. ഫാക്ട് നമ്പർ 2. കേരളത്തിൻ്റെ ഏരിയ അഥവാ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ഏരിയയാണ് കേരളത്തിലുള്ളത്. ഇതിൻ്റെ തന്നെ 30% വനമേഖലയാണ് അഥവാ സംരക്ഷിതമായ വനമേഖലകളും പരിസ്ഥിതി ലോല മേഖലകളും ഉൾപ്പെടുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. ഫാക്ട് നമ്പർ 3. കേരളത്തിലെ സാക്ഷരത. സാക്ഷരതയുടെ കാര്യത്തിൽ മലയാളികൾ ഒരുപാട് മുൻപിലാണ്. സാക്ഷരതയുടെ ദേശീയ ശരാശരി 74.37 ആണെങ്കിൽ കേരളത്തിൻ്റെ ശരാശരി 90-ന് മുകളിലാണ്. അപ്പോൾ സാക്ഷരതയിൽ കേരളം ഒരുപാട് മുൻപിലാണ്. ഫാക്ട് നമ്പർ 4. തൊഴിലവസരങ്ങൾ. അത് പറയുമ്പോൾ അല്പം ഖേദമുണ്ട്. സാക്ഷരതയിൽ ദേശീയ ശരാശരിയേക്കാൾ കേരളം ഒരുപാട് മുൻപിൽ നിൽക്കുമ്പോഴും തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ കേരളം ഒരുപാട് പിറകിലാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് കണ്ടു കഴിഞ്ഞാൽ നാം ഞെട്ടിപ്പോകും. പുതിയ പഠനങ്ങൾ അനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ തലത്തിൽ 6.8-ഉം കേരളത്തിലെ മാത്രം 16.7-ഉമാണ്. ഒരുപാട് വിദ്യാഭ്യാസം നേടിയവർ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതും കേരളത്തിലെ വ്യവസായികളും സംരംഭകരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അഭയം തേടുന്നതുമാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതി വരുന്നതിന് കാരണം. ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സ്ഥിതിഗതികൾ വളരെ ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കേണ്ടതാണ്. ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതുമാണ്. ഫാക്ട് നമ്പർ 5. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനും അതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ ലൈവ് ആനിമേറ്റഡ് ചലച്ചിത്രമായ ഓ ഫാവിയും പുറത്തിറക്കിയത് കേരളത്തിൻ്റെ സ്വന്തം സിനിമ ഇൻഡസ്ട്രിയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. എക്കാലവും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവുമാണ് കേരളത്തിലെ ചലച്ചിത്ര ഇൻഡസ്ട്രി നേടിയിട്ടുള്ളത്. ഫാക്ട് നമ്പർ 6. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. 34 മെഡിക്കൽ കോളേജുകൾ, 221 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 51 ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ, 32 സ്വകാര്യ പോളിടെക്നിക്കുകൾ. ഇവ കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന 66 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ. ഇവയെല്ലാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ദൃഢമാക്കുന്നു. ഫാക്ട് നമ്പർ 7. കേരളത്തിലെ ഡാമുകൾ. ഏതാണ്ട് 81 ഡാമുകളാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 45 റിസർവോയറുകളും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ ഊർജ ഉൽപ്പാദനത്തിൻ്റെ അഥവാ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഡാമുകളും റിസർവോയറുകളുമാണ്. ഫാക്ട് നമ്പർ 8. കേരളത്തിലെ അപൂർവ ഇനം ജീവികളുടെ സാന്നിധ്യം. വരയാട്, സിംഹവാലൻ കുരങ്ങ്, നക്ഷത്ര ആമ, വെള്ളിമൂങ്ങ ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് 214ഓളം അപൂർവ ഇനം ജീവിവർഗം കേരളത്തിലെ നിബിഡ വനങ്ങളിൽ ജീവിക്കുന്നു. ഫാക്ട് നമ്പർ 9. സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന മേഖല. കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ കുട്ടനാട് തന്നെയാണ് ഈ പ്രദേശം. ലോകത്തിൽ തന്നെ സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ വളരെ കുറവാണ്. അത് ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമെന്നും പറയാം. അത്തരത്തിലൊരു പ്രദേശം നമ്മുടെ കേരളത്തിലുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷകമായ പ്രദേശവും കൂടിയാണ് ഈ കുട്ടനാട്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ തന്നെ പല മേഖലകളിൽ നിന്നും വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കുട്ടനാടിൻ്റെ ഈ സവിശേഷതയ്ക്ക് സാധിക്കുന്നു. ഫാക്ട് നമ്പർ 10. 0-നും താഴെ താപനില താഴുന്ന ഒരു പ്രദേശം. അതെ, മൂന്നാർ. ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കുട്ടനാടിന് സാധിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഗോവയിൽ നിന്ന് പോലും ആളുകളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് മൂന്നാർ. നീലക്കുറിഞ്ഞി പൂക്കുന്നതും കൂടാതെ പല അത്ഭുതകരമായ കാഴ്ചകളുമാണ് മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത്. അതെ, കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മലനിരകളും അതുപോലെ തന്നെ ജൈവ വൈവിധ്യവും നിലനിൽക്കുന്നത് മൂന്നാറിലാണ്. പരിസ്ഥിതി ലോല മേഖലകൾ ഉണ്ട് എങ്കിലും വിനോദസഞ്ചാരികൾക്ക് എത്തുന്നതിനും താമസിക്കുന്നതിനും സന്തോഷം കണ്ടെത്തുന്നതിനും പറ്റിയ അടിപൊളി ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണ് മൂന്നാർ. ഇത് കേരളത്തെ കൂടുതൽ കളർഫുൾ ആക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവ എന്തു തന്നെയാകട്ടെ അവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.